നടി ലിൻഡുവിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ നിറയാറുണ്ട്. കാനഡയോട് യാത്ര പറഞ്ഞ് UK പോകുന്ന വിവരങ്ങൾ പറഞ്ഞ് ലിൻഡു പങ്കുവെച്ച വീഡിയോ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തിരുന്നു. എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെടുത്ത് പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് ലിൻഡു. എന്നാൽ ഇപ്പോൾ ഇതാ ജോലിക്ക് പോകുന്ന സമയം റോഡരികിൽ ഓടയിലേക്ക് കാല് വീണ് പരിക്ക് പറ്റിയതിനെ കുറിച്ചാണ് ലിൻഡു പറയുന്നത്. ലിൻഡുവിൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാകും. ഞങ്ങൾ പലർക്കും ഇത് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭയക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ വരും, അതിൽ കാര്യമാക്കണ്ട എന്നും നിരവധി പേർ പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും ഇത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് പറയുന്നു. ലിൻഡുവിൻ്റെ വേദന ഇവിടെ കേൾക്കാമെന്നും പറയുന്നുണ്ട്. അതും നേരത്തെ അപകടം പറ്റിയ കാലാണെന്നറിയുമ്പോൾ കൂടുതൽ വിഷമമുണ്ട് ലിൻഡു. എന്തായാലും മാറും, അല്ലാതെ ഇപ്പോൾ ഞങ്ങൾക്കൊന്നും പറയാനും സാധിക്കില്ലല്ലോ എന്നാണ് നിരവധി പേർ കമൻറ്റുമായി എത്തുന്നത്. ലിൻഡുവും അത് തന്നെയാണ് പറയുന്നത്. ഇത്രയും പേര് എൻ്റെ കൂടെ ആ വാർത്ത കേൾക്കാനുണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് എന്തായാലും സന്തോഷമായി. നിങ്ങളെല്ലാവരും എൻ്റെ വാർത്തയ്ക്ക് പ്രതികരിക്കുകയും എനിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോഴൊക്കെ തന്നെയും എനിക്ക് സമാധാനമായി. എന്നെ ഇത്രയും പേർ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായല്ലോ. ഇതാണ് നടി ലിൻഡു ഇപ്പോൾ പറയുന്നത്. ലിൻഡുവിൻ്റെ വാർത്തകളും ഇത് തന്നെയാണ് മനസ്സിലാക്കി തരുന്നത്. ലിൻഡുവിൻ്റെ വാർത്തയിൽ പറയുന്നതും ഇതേ കാര്യങ്ങൾ തന്നെയാണെന്ന് പറയാം. സോഷ്യൽ മീഡിയ പേജിലൂടെയും ഇക്കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് പ്രേക്ഷകർ. ആരാധകരും അത് തന്നെ ഏറ്റെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞേ മതിയാകൂ. ആരാധകരോടൊപ്പം തന്നെയാണ് നിരവധി പേർ ഈ വാർത്തകൾ ഏറ്റെടുക്കുന്നതെന്നും പറയാം. പ്രേക്ഷകരോടൊപ്പം തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകളെക്കുറിച്ച് സംസാരിക്കുകയും ഒരേ സമയം ചിന്തിക്കുകയും ചെയ്യുന്നു. ലിൻഡുവിൻ്റെ ഓരോ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുമ്പോൾ ആരാധകർ നല്ല രീതിയിൽ തന്നെയാണ് ഏറ്റെടുക്കുന്നതെന്ന് പറയണം. കാലിന് സെൻസേഷൻ ഇല്ലാതെയായി, റോഡ് സൈഡിലെ കുഴിയിൽ വീണിരിക്കുന്നു. നടി ലിൻഡുവിന് സംഭവിച്ച കാര്യങ്ങൾ ഓർത്തിപ്പോൾ വിഷമമാണ് പ്രേക്ഷകർക്ക്. എന്നാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുണ്ട്. ജോലി സ്ഥലത്തേക്ക് പോകുന്നതിനിടയിലായിരുന്നു എനിക്ക് അപകടം പറ്റിയതെന്നാണ് പറയുന്നത്. നല്ല മഴയായിരുന്നുവെന്നും റോഡിൻ്റെ സൈഡിലേക്ക് കുഴിയിൽ വീഴുകയായിരുന്നു എന്നാണ് പറയുന്നത്. നല്ല മഴയായിരുന്നത് കൊണ്ട് തന്നെ അധികം കാണാൻ സാധിച്ചില്ല. അതായിരുന്നു തൻ്റെ പ്രശ്നമെന്നും പറയുന്നു. ഭയങ്കര വലിയ വീഴ്ചയൊന്നുമല്ലായിരുന്നു, കാലൊന്ന് മടങ്ങി വീണതേയുള്ളൂ. പക്ഷേ എല്ലാവരും കണ്ടു. വേറെ എവിടെയും പരിക്കില്ലായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കാലിനൊരു സെൻസേഷൻ ഇല്ലാതെയായി. ഇച്ചായൻ വന്ന് എന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ആശുപത്രിയിൽ എത്തിയപ്പോൾ വലിയ പ്രശ്നങ്ങളില്ല, വേദനയും വിറയലുമായിരുന്നു. പിന്നീട് ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഇതുവരെ കടന്നുപോയിട്ടില്ലാത്തതിനാൽ തന്നെ എങ്ങനെ ചെയ്യണമെന്നറിയില്ലായിരുന്നു. കൂട്ടുകാരെല്ലാം വിവരം അറിഞ്ഞപ്പോൾ ഓടി വന്നിരുന്നു. ആ വീഴ്ച ദൈവം നേരത്തെ മുൻകൂട്ടി കണ്ടിരുന്നതാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന്. എനിക്ക് വേണ്ടി ഓരോരുത്തരുടെയും സെറ്റ് ചെയ്തതുപോലെയായിരുന്നു ഇച്ചായൻ്റെ മമ്മി ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ മക്കളെ നോക്കാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചധികം കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ പറ്റി. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഓർത്ത് നമ്മൾ വിഷമിച്ചിരുന്നേനെ. എന്നാൽ അങ്ങനെ വിഷമിക്കേണ്ടി വന്നിരുന്നില്ല. അതൊരു സന്തോഷം തന്നെയാണ്. ദൈവമെല്ലാം ഫിക്സ് ചെയ്തതുപോലെ ഇടയ്ക്ക് നമ്മളെ വീട്ടിൽ തറയിലിടുമല്ലോ. അത് ദൈവത്തിൻ്റെ ഒരു കളിയാണല്ലോ. അങ്ങനെ ദൈവം എപ്പോഴും വികൃതി കാണിക്കുന്ന ഒരാളാണ് ഞാൻ. ദൈവം എന്നോട് എപ്പോഴും അത്തരത്തിൽ വികൃതികൾ കാണിക്കാറുണ്ട് എന്ന് തന്നെയാണ് ലിൻഡു കൂട്ടിച്ചേർക്കുന്നത്. ലിൻഡുവിൻ്റെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുന്നത് എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.